Hello students, so now we can see another topic, that's communication. As you all know that communication is passing the information and understanding from one person to another person. Different definitions are there and you can see that. So one of the definition is communication can be defined as a process of through which one or more person come to exchange the ideas and understanding among themselves. Different definitions are there, so you can learn any one definitions. It's a verbal interchange of thoughts or ideas by Hoban, anyone, it's up to you. Okay, now we can see what are the elements of communication. You know that that's the basic for the communication: sender, ideas, encoding, channel, receiver, decoding and feedback. Sender, you know that the person who begins or initiate the communication process and take the initiative to start a dialogue. ആരാണോ സംസാരം സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ സെൻറ്ററാണ്. ദെൻ എൻകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോർമുലേഷൻ ഓഫ് മെസ്സേജ് ഇൻ ദ മൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റർ. അപ്പോൾ ആര് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോ ഷീ ഹാസ് ടു ഫോർമുലേറ്റ് എന്താണ് പറയേണ്ടതെന്ന് ഷീ ഹാസ് ടു പ്രിപ്പയർ ഇൻ ഹർ mind, that is the by symbols or whatever it is. Okay, that is the encoding. Then comes the channel. Channel is the vehicle through which a message is carried from one communicator to the receiver. Okay, appo maybe written, spoken, verbal or non-verbal, mass media, etc. Okay, that is the channel. Media, that is through any vehicle through which a message is carried out, adana channel. Then comes the receiver. Receiver is the recipient of the message on the other hand of communication process. ആരാണോ മെസ്സേജ് റിസീവ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് പേഴ്സൺ ഇസ് കോൾഡ് ആസ് റിസീവർ. ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ദ റിസീവർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ദെൻ വാട്ട് ഇസ് ഡീകോഡിംഗ്? ഡീകോഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ മെസ്സേജ് ദാറ്റ് ഈസ് ഡൺ ബൈ ദ റിസീവർ. അപ്പോൾ റിസീവർ സ്വീകരിക്കുന്ന ആ മെസ്സേജിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ദെൻ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഇസ് ദ റെസ്പോൺസ് ഓഫ് റിസീവർ ടു ദ കമ്മ്യൂണിക്കേറ്റർ, ദാറ്റ് മീൻസ് ഹൂ സെൻഡ് ദ മെസ്സേജ്. അപ്പോൾ അതൊരു കംപ്ലീറ്റ് പ്രോസസ്സാണ് റിസീവർ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സാം ഓറിയൻറ്റഡ്, ഇറ്റ്സ് ഗുഡ്, ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേറ്റ് അത് മെസ്സേജ് എന്താണെന്ന് പ്ലാൻ ചെയ്യുന്നു, മെസ്സേജ് പാസ് ചെയ്യുന്നു, മീഡിയം ഏത് മീഡിയത്തിലൂടെയാണോ ഡീകോഡ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു, ദെൻ ദ ഫീഡ്ബാക്ക്. ദെൻ സ്കീമാറ്റിക്കായിട്ട് കൊടുത്തേക്കുന്ന ദ തിങ്സ്, വാട്ട് ആർ ദ എൻവയോൺമെൻറ്റ് വിച്ച് അഫക്റ്റ് ഇൻ്റർപേഴ്സണൽ വേരിയബിൾസ്, റിസീവർ. സെൻഡർ ഈസ് സെൻഡിങ് ദ മെസ്സേജ്, ദാറ്റ് മേ ബി വെർബൽ ഓർ നോൺ വെർബൽ. ഓക്കെ, ദെൻ ദ റിസീവർ ഈസ് റിസീവിങ് ദാറ്റ്. ദെൻ ദ ചാനൽ, ത്രൂ എനി ചാനൽ, വിഷ്വൽ, ഓഡിറ്ററി, kinesthetic, any channel they are using, and receiver is giving the feedback. Environment plays an important role in the communication. I think it's clear. Then the communication symbols, we know that commonly we are using the symbols verbal, non-verbal and pictures, that may be using the graph or diagram or something. Then we can see the purpose of communication: to transfer information between all classes of employees. എല്ലാ എംപ്ലോയീസിനും ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ടു ഇൻ്റർപ്രറ്റ് ആൻഡ് അഡോപ്റ്റ് പോളിസീസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ പോളിസി ഫോമുലേറ്റ് ചെയ്യുക, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക. മോട്ടിവേഷൻ, കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ എംപ്ലോയീസ്. Then to improve the employer relationship, എംപ്ലോയിയും എംപ്ലോയറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ, ദറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ടു റിക്രൂട്ട്, സെലക്ട്, ട്രെയിൻ, ഡെവലപ്പ് ദ പേഴ്സണൽ ഇൻ ദ ഓർഗനൈസേഷൻ. ത്രൂ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ദെൻ ടു എൻകറേജ് ഡിസിഷൻ മേക്കിംഗ് ഓൾസോ ത്രൂ ദ പ്രോസസ്. ദെൻ ടു ഡെലിഗേറ്റ് ഓർ ഡീസെൻട്രലൈസ് അതോറിറ്റി, ദറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ ടു ബൂസ്റ്റ് ദ morale of the worker, to ensure job satisfaction. Then it helps in grievance procedure and disciplinary actions, to inform the community of the services available in the organization. Then to prepare the personnel and the public for a change process, the importance of
communication to understand and to exchange the ideas to the health team. ആരൊക്കെ നമ്മുടെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഷെയർ ചെയ്യുക. ദെൻ ടു റിഡ്യൂസ് ദ ഇൻ്റർപേഴ്സണൽ ടെൻഷൻ. നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഗുഡ് IPR ഉണ്ടാവും. ദെൻ പുവർ കമ്മ്യൂണിക്കേഷൻ റിസൾട്ട് ഇൻ പുവർ പേഷ്യൻറ്റ് കെയർ. ദാറ്റ് വി നോ ദാറ്റ്. Then to prevent disorder in the ward and hospital organization, improve the efficiency and increase the innovations. കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. ദെൻ മോട്ടിവേഷൻ ഓഫ് ദ എംപ്ലോയീസ്, ദെൻ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ദെൻ പബ്ലിക് റിലേഷൻസ്, methods of expression of messages. Methods of expression of messages, that comes verbal. Verbal we know that that's oral communication. Then written communication, and then graphic and pictorial, and then non-verbal or gesture communication. So the research shows that 55% of the audience interpretations from speakers come from non-verbal communication, 38% by speaker quality, and 7% by what is actually said. So ഇത് നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വി ക്യാൻ സീ ലേറ്റർ. പിന്നീട് അത് മുന്നോട്ട് പോകുമ്പോൾ കാണാം. വി ക്യാൻ സീ ദ എബിലിറ്റീസ് ഫോർ എഫക്റ്റീവ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫക്റ്റീവ് ലിസണേഴ്സ്, ദാറ്റ് ഇസ് മേക്ക് ഐ കോൺടാക്ട്, schedule sufficient uninterrupted time for meeting, and genuinely seek the informations. Avoid being emotional or attacking others. നമ്മൾ സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ ആവാതിരിക്കുക. കീപ് സൈലൻറ്റ്, ഡോണ്ട് ടോക്ക് ടു ഫിൽ പോസസ്. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. ആസ്ക് ക്ലാരിഫയിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ദാറ്റ്. അവോയ്ഡ് മേക്കിംഗ് ഡിസ്ട്രാക്റ്റിംഗ് ജസ്റ്റേഴ്സ്. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഡിസ്ട്രാക്ഷൻ കൊടുക്കുന്ന ജസ്റ്റേഴ്സ് ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളത്. സോ വാട്ട് ആർ ദ റെക്കമെൻഡേഷൻസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് റൈറ്റിംഗ്? പിക്ചർ ദ റിസീവർ ഇൻ യുവർ മൈൻഡ് ബിഫോർ യു ബീൻ ടു റൈറ്റ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റിട്ടൺ ആട്ടോ. ചൂസ് സിമ്പിൾ വേർഡ്സ്. ബി പൊളൈറ്റ് ആൻഡ് ക്ലിയർ. മേക്ക് യുവർ മെസ്സേജ് ബ്രീഫ് ആൻഡ് ഡയറക്റ്റ്. റിമെമ്പർ ദാറ്റ് വാട്ട് എവർ വി ആർ റൈറ്റിംഗ് ഇറ്റ് ഷുഡ് ബി കൺസൈസ് റൈറ്റിംഗ്. ആൻഡ് use the POWER, that's plan for preparation of message. Plan, organize, write, edit, and revise. I think it's clear. Then give the message a concise title and use subheadings where appropriate. Use simple words and short clear sentences, and then summarize main points at the end and let the reader know what he must do next. Now we can see the difference between written communication and verbal communication. In written communication conveys the fact, verbal communication conveys the emotions and feelings. Then message need to become a part of permanent file. It's already a stable one, but verbal message need not be permanent. Then do not need immediate feedback in written, need immediate feedback. And then ideas can be complicated in written. Ideas can be simple and made very easily explainable. So the picture shows you that the intimacy of the communicator, sender and the receiver. So that's very intimate communication is there. It's 0 to 45 centimeter. And a little personal, we can maintain 45 to 150 centimeter. And for the social contact communication, we can make it 1.5 to 2.1 meter. I think it's clear. Then another important point is the communication channel. നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഫർമേഷൻ ചാനൽ ആൻഡ് ഇൻഫർമേഷൻ റിച്ച്നെസ് അവർ തരുന്നുണ്ട്. ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഈസ് വെരി ഹൈ ആൻഡ് വീഡിയോ കോൺഫറൻസ് ഓൾസോ ഹൈ, ടെലിഫോൺ കോൺഫറൻസ് ഓൾസോ ഹൈ. ദ റിമൈനിങ് ഇമെയിൽ, റിട്ടൺ ലെറ്റേഴ്സ്, മെമ്മോസ് ആൻഡ് ഫോർമൽ റിട്ടൺ ഡോക്യുമെൻറ്റ്സ് അത് മീഡിയം ആൻഡ് ലോ ചാനൽസ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ദെൻ മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അഡ്മിനിസ്ട്രേഷനിൽ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ഇൻട്രൊഡക്ഷനാണ് കമ്മ്യൂണിക്കേഷൻ. മേ ബി BSc ഫസ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു പ്രിവ്യൂ എടുത്തതേ ഉള്ളൂ. ഇപ്പം നമുക്ക് വേണ്ടത് വാട്ട് ആർ ദ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്. അതിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസാണ്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. So this organizational communication, upward and downward and lateral communication and diagonal communication നമുക്ക് ഓരോന്നായിട്ട് നോക്കാം.
എന്താണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ? ദാറ്റ്സ് വെരി സിമ്പിൾ. സബോർഡിനേറ്റ് ടു സുപ്പീരിയർ ഇൻ ദ ഓർഗനൈസേഷനാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അത് സ്റ്റാഫ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് മാനേജ്മെൻറ്റ്. വളരെ സിമ്പിളാണ്. Then we can see this communication which originates at the lower level of the employment hierarchy and is then communicated up through the line. എപ്പോഴും താഴെ നിന്ന് മേളിലോട്ടാണ്. And increase the motivation and make employees feel valued and respected and enable the managers to understand how employees are feeling. നമുക്ക് എപ്പോഴും ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അടുത്ത നമുക്ക് നോക്കാം ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ദാറ്റ്സ് യു നോ ദാറ്റ് ക്രിയേറ്റഡ് ബൈ ദ ഡയറക്ടർ ആൻഡ് മാനേജേഴ്സ് ആൻഡ് പാസ് ഡൗൺ ദ ഹയറാർക്കി ഓഫ് വർക്കേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അത് എപ്പോഴും മേളിൽ നിന്ന് താഴോട്ടായിരിക്കും ഹയറാർക്കിയുടെ. അതിൻ്റെ ഈസ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ബൈ സിങ്ക്രണൈസിങ് ദ ഓർഗനൈസേഷണൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ക്യാൻ എൻഷുവേഴ്സ് ദാറ്റ് എവരിബഡി ഈസ് വർക്കിംഗ് ടുവാർഡ്സ് ദ സെയിം എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ്. എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടും ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ. ദെൻ കംസ് ദ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. അത് സെയിം ലെവലിലുള്ളവർ തമ്മിലുള്ള ഷെയറിങ് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഈക്വൽ അതോറിറ്റി. ഇപ്പോൾ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിന് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. As this can involve decision making, it can create efficiency as employees do not have the wait for managerial approval. അവർക്ക് എന്തെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അവർ സംസാരിക്കുന്നത്. ഓക്കെ. Then diagonal communication occurs between workers in different sections of the organization and where one of the worker involved is an hire. ഇത് ചിലപ്പോൾ പ്രൊഡക്ഷൻ സെയിലും ചിലപ്പോൾ മാനുഫാക്ചറിങ് അങ്ങനെയുള്ളവരുമായിട്ടുള്ള ഫോർ സം ഇനി ഇൻ്റർ റിലേറ്റഡ് ആണ്. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഐ തിങ്ക് ദിസ് ഫോർ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് ക്ലിയർ. ദിസ് ആ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. നിങ്ങൾ കണ്ട് ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ് ഫ്ലോ ഉണ്ട്, റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫ്ലോ ഉണ്ട്. superior and then instructions and directions flow to the subordinate, that's staff nurse or residents like that. ഇവിടെയാണെങ്കിൽ താഴേന്ന് അപ്വേർഡ് ആകുമ്പോൾ സബോർഡിനേറ്റ്സ്, ദെൻ റിപ്പോർട്ട് പെർഫോമൻസ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് റുട്ടീൻ ടു ദ സുപ്പീരിയർ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇത് സ്കീമാറ്റിക്കായിട്ട് കൊടുത്തേക്കുന്നതാണ്. അപ്വേർഡ് ടു എ സുപ്പീരിയർ, ലാറ്ററൽ ടു എ co-worker, downward to a subordinate and diagonal to the different department. I think it's clear. Then we can see external and internal. External usually through the letters, fax, direct mail, internet, video, telephone, advertising, websites. And internally we are communicating through the team briefing, notices, reports, memos, face-to-face and email. Clear ആണല്ലോ. Then the formal and informal communication നമുക്കറിയാം. ഓർഗനൈസേഷനിലുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ്സ് ത്രൂ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ത്രൂ ഉള്ളതാണ് ഫോർമൽ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഈസ് വിത്തൗട്ട് ദ ഫോർമൽ ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ എംപ്ലോയീസ് തമ്മിലുള്ളതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഫോർമൽ? ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ടൈം കൺസ്യൂമിങ്, മെയിൻറ്റെയിനിങ് അതോറിറ്റി റിലേഷൻഷിപ്പ്, ഒബ്സ്ട്രക്ട് ഫ്രീ ആൻഡ് interrupted flow of information, orderly flow of information conveyed in an impersonal manner, facilitate control by supervisors. ഫോർമൽ എപ്പോഴും ഒരു ഫോർമൽ ചാനലിലൂടെ മാത്രമേ അത് ഫ്ലോ ആവത്തുള്ളൂ. അനദർ തിങ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ദർ ഇസ് എ സ്ട്രക്ചേർഡ് ഓർ ഫാബ്രിക് ഓഫ് ദ ഓർഗനൈസേഷൻ മെയ്ഡ് അപ്പ് ഓഫ് ചാനൽസ്. അത് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ട്രാൻസ്മിറ്റഡ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷനിലാണ്. അത് മെയിനായിട്ടുള്ളത് ചെയിൻ, വീൽ, ഫ്രീ ഫ്ലോ, അങ്ങനെയാണിത് സാധാരണ നമ്മളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ചെയിൻ, വീൽ, ഫ്രീ ഫ്ലോ ആൻഡ് സർക്കുലർ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനിൽ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് മെയിനായിട്ടുള്ളത്. ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ദാറ്റ്സ് മെറിറ്റ്സ്. മെയിനായിട്ടുള്ള ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ചെയിൻ നെറ്റ്വർക്ക്. അത് ഒരു ചെയിനിൽ നിന്ന് 1 2 3 ആയിട്ട്, ദെൻ സർക്കുലർ ആണെങ്കിൽ സർക്കുലറായിട്ട് 1 2 3 4 ലൈക്ക്. വീലാണെങ്കിൽ ഒരു വീൽ ടൈപ്പ് ആയിരിക്കും. ഫ്രീ ഫ്ലോ ടു എനി പേഴ്സൺ. ഓക്കെ, ഇൻവേർട്ടഡ് ബി ആണെങ്കിൽ സ്റ്റാഫ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആൻഡ് സൂപ്പർവൈസേഴ്സ് സുപ്പീരിയർ. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇൻവേർട്ടഡ് ബി. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഗ്രേപ്പ് വൺ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് സിംഗിൾ സ്ട്രാൻഡ് ഉണ്ട്, ഗോസിപ്പ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്, ക്ലസ്റ്റർ ഉണ്ട്.
These all are the 4 types. Single strand grapevine communication with other staff through intervening staff. മറ്റൊരാളിൽ ത്രൂ ഗോസിപ്പ് ആണെങ്കിൽ സെലക്റ്റീവ് അല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പ്രോബബിലിറ്റി ദാറ്റ്സ് റാൻഡംലി ടു എനി അതർ സ്റ്റാഫ്. ക്ലസ്റ്റർ ദോസ് സ്റ്റാഫ് ദാറ്റ് ഷീ ട്രസ്റ്റ്, അവരോട് മാത്രമായിട്ട് പറയുന്നതാണ്. These all are some of the grapevine. What are the merits and demerits? It's improve managerial decision making. Demerits carries inaccurate information, then fill the possible gap in formal communication, consists of fact, half truth, rumors. നമുക്കറിയാം ചിലപ്പോൾ സത്യമൊന്നും ആയിരിക്കുന്നില്ല. ഫാസ്റ്റ് സ്പീഡുണ്ട് അതിന്, പക്ഷേ ഡീമെറിറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഒറിജിൻ കനോട്ട് ബി ഫിക്സ്. നമുക്കറിയില്ല അത് ആരെ പറഞ്ഞു തുടങ്ങുന്നതെന്ന്. ദെൻ ഇറ്റ് സാറ്റിസ്ഫൈ ഡിസയേഴ്സ് ഓഫ് പീപ്പിൾ. ലീക്കേജ് ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ വളരെ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഗ്രേപ്പ്വൈൻ കമ്മ്യൂണിക്കേഷനിൽ. What are the key ingredients that craft the image? Appearance, dressing, grooming, non-verbal behavior, presentation. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Then not the last but it's important, the barriers of effective communication നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. External barriers ഉണ്ട്, that's emotional or psychological barriers ഉണ്ട്, organizational barriers ഉണ്ട്, personal barriers ഉണ്ട്. These all are the barriers usually we are seeing. സോ ദ ബാരിയേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. കാരണം സെമാറ്റിക് ബാരിയേഴ്സ് ഉണ്ടാവും. മേ ബി സെയിം വേർഡ് സിമ്പിൾസ് മീനിങ് സെയിം മീനിങ് നമുക്ക് മനസ്സിലാകാതെ പോകും. സൈക്കോളജിക്കൽ ബാരിയേഴ്സിൽ നമുക്കറിയാം ഇമോഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ പേഴ്സൺ, ഹോസ്റ്റിലിറ്റി, ആങ്കർ, ഇമോഷൻസ്, ഫിയർ, പിന്നെ സ്ട്രെസ്സ്, അൺജസ്റ്റ് അസംഷൻസ്, സ്നാപ്പ് റിയാക്ഷൻസ്, ദെൻ ഫിയർ. ഓർഗനൈസേഷണൽ ബാരിയേഴ്സിൽ നമ്പർ ഓഫ് റീസൺസ് ആർ ദെയർ, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പുവർ ഫെസിലിറ്റീസ്. പേഴ്സണൽ ബാരിയറിൽ നോളജ്, സ്കിൽ, പെർസെപ്ഷൻ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ചാലഞ്ച്, സെൻസ് ഓർഗൻ ഡിഫക്റ്റ്. എൻവയോൺമെൻറ്റൽ ബാരിയേഴ്സിൽ ഫിസിക്കൽ ബാരിയേഴ്സിൽ വരുന്നതാണ് ലാർജ് വർക്കിംഗ് ഏരിയ, ദെൻ എൻവയോൺമെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, നോയ്സ്, ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, high temperature, humidity, bad ventilation, etc. etc. A lot of things are there. Then how to break down the communication barriers? അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. എൻകറേജ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹാവ് ആൻ ഓപ്പൺ ഡോർ പോളിസി. നല്ല ഒരു പോളിസി പ്രോപ്പർ ആയിരിക്കണം, അത് ഫീസിബിൾ ആയിരിക്കണം. ദെൻ യൂസ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വെൻ പോസിബിൾ. ദെൻ അവോയ്ഡ് ക്രെഡിബിലിറ്റി ഇൻ ഗ്യാപ്പ്. ദെൻ ക്ലാരിഫൈ ദ ഐഡിയാസ്. ദെൻ വാച്ച് യുവർ ടൈമിങ്. Then be sensitive to the needs of the others. Identify and manage conflict. നമ്മൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അത് മനസ്സിലാക്കുക, മറ്റൊരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കുക. കംപ്ലീറ്റ്നെസ് ഓഫ് ദ മെസ്സേജ് കംപ്ലീറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. അത് പ്രോപ്പർ ചാനലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് ചാനലാണെങ്കിലും. ഓക്കെ, ദാറ്റ്സ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്. Consistency in communication, effective feedback, improves at listening, mutual trust and confidence. I think it's clear regarding the communication. Then different types of communication are there in the healthy members or among the healthy members. First one is the assertiveness. What is it? Assertive communication is the ability to express positive and negative ideas and feelings in an open, honest and direct way. നമ്മൾ എപ്പോഴാണോ ഇതൊരു അഗ്രസീവ് ആകാതെ നമ്മൾ അസർട്ടീവായിട്ട് സംസാരിക്കണം. യെസ് പറയേണ്ടടുത്ത് യെസ്, നോ പറയേണ്ടടുത്തും നോ പറയാനുള്ള ഒരു കറേജ് നമുക്കുണ്ടാവണം, മറ്റുള്ളവരുടെ റൈറ്റ്സിനെ ഹാം ചെയ്യാതെ. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. അഡ്വാൻറ്റേജസ് ഓഫ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ: ഫീൽ ഗുഡ് അബൌട്ട് അവർ സെൽസ് ആൻഡ് അതേഴ്സ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണല്ലോ. ഇറ്റ് ലീഡ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മ്യൂച്വൽ റെസ്പെക്ട് വിത്ത് അതേഴ്സ്. ഇറ്റ് ഇൻക്രീസസ് സെൽഫ് എസ്റ്റീം, അച്ചീവ് ഗോൾസ്, minimum hurting, reduce anxiety, protection from being taken advantage of by others, make decisions, free choices, express our feelings. What are the characteristics of assertive communication? Eye contact, body posture, gesture, voice, timing, content. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്ങനെയാണ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ഉള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ഡെമോൺസ്ട്രേറ്റ് ഇൻട്രസ്റ്റ് കാണിക്കും, അവർ നല്ലൊരു കോൺഗ്രുവൻ്റ് ബോഡി ലാംഗ്വേജ് ഉണ്ടാവും, അപ്രോപ്രിയേറ്റ് ജസ്റ്ററെ യൂസ് ചെയ്യത്തുള്ളൂ, വോയിസ് ഒരു മോഡുലേറ്റഡ് ടോണായിരിക്കും, ഈ ഒരു ജഡ്ജ്മെൻറ്റ് നല്ല റിസപ്റ്റീവ് ആയിരിക്കണം, ദെൻ കണ്ടൻറ്റ് അല്ലെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. വൈ നഴ്സസ് നീഡ് ടു ബി അസർട്ടീവ്? നമുക്കറിയാലോ, ബിക്കോസ് നഴ്സസ് വർക്ക് ഇൻ ലാർജ് ഓർഗനൈസേഷൻസ് ഇൻ എ ചാലഞ്ചിങ് സിറ്റുവേഷൻസ്. Our leaders and change agents need to change the public image of nursing.
അപ്പോൾ നമ്മൾ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ആസ് എ നഴ്സ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഹൗ ടു വർക്ക് ഇൻ ദ ഓർഗനൈസേഷൻ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. And other communication is the nurse-patient communication. That's another important method. So any nurse who wish to be an effective caregiver must first learn to communicate. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എങ്ങനെയാണ് പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദാറ്റ് വിൽ എനേബിൾ ടു നോ ദെയർ പേഷ്യൻസ് ആൻഡ് ടു മീറ്റ് ദ നഴ്സിംഗ് കെയർ. സോ ഐ വിൽ കൺക്ലൂഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വളരെ വലിയൊരു ടോപ്പിക്കാണ്, ബട്ട് ഐ ഹാവ് സം അപ്പ് ഹിയർ. നിങ്ങൾക്കത് ഇതിനകത്തുനിന്ന് ഏത് ആസ്പെക്റ്റ് വേണമെങ്കിലും എക്സാമിനേഷന് ചോദിക്കാം. ഡെഫിനീഷൻ, എലമെൻറ്റ്സ്, പർപ്പസസ്, ഇമ്പോർട്ടൻസ്, അതിനൊക്കെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാം. അല്ലെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്, ടൈപ്സ്, നെറ്റ്വർക്ക് അനാലിസിസ് ആൻഡ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് അഡ്മിനിസ്ട്രേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ടുമാണ്. ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ അപ്വേർഡ്, ഡൗൺവേർഡ്, ലാറ്ററൽ ആൻഡ് ഡയഗണൽ. ദെൻ ഗ്രേപ്പ്വൈൻ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അനാലിസിസിലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ ഉള്ളത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ദെൻ വാട്ട് ഈസ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്. I think it's clear. If you have any doubt, you can review the slides and see that. If you have not subscribed my channel, subscribe it, and to watch the previous videos also. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സ്ലൈഡുകളും ഇതോടൊപ്പം തന്നെയുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ് മറ്റുള്ള സ്ലൈഡുകളെല്ലാം. Okay, thank you. See you.